ഹലോ എവരി വൺ. അങ്ങനെ നമ്മുടെ ശൈത്യയും അനുമോളും വീണ്ടും അടിയോടടി മക്കളെ. ഇന്നലെ രാത്രി നടന്ന ലൈവിൽ നിന്ന അടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. ആദ്യം നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, ഇത് സമ്മർ മീഡിയയുടെ പൂളാണ്, പച്ചക്കളവാണ്. അതായത് യൂട്യൂബിലേക്ക് 2350 രൂപ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം 2 തവണ 13K വെച്ച് വോട്ട് കൂട്ടാൻ പറ്റും. ഓക്കെ, അതാണ് സമ്മർ മീഡിയ ചെയ്യുന്നത്. ഒരു കാര്യം ഇടയ്ക്ക് പറയുകയാണ്, അതായത് അനീഷിൻ്റെ ഫാൻസ്, അതായത് ബിഗ് ബോസ് മികച്ച രീതിയിൽ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം, അന്നെങ്കിലേ എന്താണ് റിയൽ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് സമ്മർ മീഡിയ പൂൾ ഉണ്ടാക്കുന്നത് രാത്രി 11:30ക്കാണ്. എന്തിനെന്നല്ലേ, രാത്രി 11:30ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ 2350 കൊടുത്തിട്ട് 13K അനുമോൾ കൂട്ടാം. അതിനുശേഷം 12 മണിയാവാൻ ആകെ അരമണിക്കൂറാണ്. 12 മണി AM ആയി കഴിഞ്ഞാൽ വീണ്ടും സമ്മർ എന്ത് ചെയ്യുന്നുണ്ട്, 2350 പേ ചെയ്തിട്ട് വീണ്ടും 13K കയറ്റുന്നുണ്ട്. അപ്പോൾ 26K വോട്ട് വ്യാജ വോട്ടാണ്. അത് എങ്ങനെയാണ് ആ വോട്ട് പോകുന്നത്? അനീഷിന് 3 പേര് വോട്ട് ഇടുന്നുണ്ടെങ്കിൽ ഒരു വോട്ടാണ് അനീഷിന് പോകുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ സമ്മർ മീഡിയയിൽ അനീഷിനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 3 പേര് ക്ലിക്ക് ചെയ്താൽ ഒരു വോട്ട് അനീഷിന് കിട്ടും. ബാക്കി 2 വോട്ട് അനീഷിന് ക്ലിക്ക് ചെയ്താലും പോകുന്നത് അനുമോൾക്കാണ്. അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. ഓക്കെ, സമ്മർ മീഡിയ ഒരു കാര്യം പറയുകയാണ്, എന്ത് മനുഷ്യനാണ്. അതായത് ബിഗ് ബോസിൽ പോകുന്ന എല്ലാ കണ്ടസ്റ്റന്റും ജയിക്കാനല്ലേ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാത്രം ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഒരു ദിവസം 10-25 വീഡിയോ അപ്ലോഡ് ചെയ്ത് 25 വീഡിയോയിലും അനുമോളെ മാത്രം പൊക്കി പറയുന്നത് ശരിയാണോ സമ്മർ മീഡിയ? അതായത് നിങ്ങളോട് ദൈവം ചോദിക്കൂലെ, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. ഒരു കണ്ടസ്റ്റന്റിനെ മാത്രം പൊക്കി പറയുന്നു, ബാക്കി എല്ലാവരെയും തള്ളി പറയുന്നത്, അത് തെറ്റല്ലേ? ഒരു കാര്യം പറയുകയാണ്, നിലവിൽ മത്സരം അനുമോളും അനീഷാണ്. ഈ പറയുന്ന ഷാനവാസ്, നെവിന്, അക്ബർ ഒന്നും ചിത്രത്തിലില്ല. ആരാണ് ഇങ്ങനെ ചെയ്തത്? ഈ സമ്മർ മീഡിയ ആണ്. അനുമോളെ മാത്രം പൊക്കി പറഞ്ഞു കണ്ട് നെവിൻ കളിക്കുന്ന ഗെയിം വരുന്നില്ല, അക്ബറിന്റെ ഗെയിം വരുന്നില്ല, ഒന്നും വരുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ചർച്ച ഈ സമ്മർ അല്ലേ. സമ്മറിനോടൊരു കാര്യം പറയുകയാണ്, സമ്മർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് യൂട്യൂബ് ചാനൽ റെഡിയാക്കിയത്. ഇപ്പോൾ എന്തിട്ടാലും ലക്ഷ്യങ്ങളാണ് സമ്മർ മീഡിയയുടെ വീഡിയോ കാണുന്നത്. അത് അദ്ദേഹത്തിന്റെ എഫക്റ്റ് ആണ്, അദ്ദേഹം പണിയെടുത്തതിന്റെ റിസൾട്ടാണ്. അപ്പോൾ അയാളോട് ഞാൻ പറയുകയാണ്, നീ കഷ്ടപ്പെട്ടിട്ട് നിന്റെ യൂട്യൂബ് ഇത്രയും വലുതാക്കിയതിന് ശേഷം ഈ പണിയെടുക്കുന്നത് തെറ്റല്ലേ? ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഒരാളെ മാത്രം പൊക്കി പറയുന്നത് തെറ്റല്ലേ സമ്മറെ? നീ പറയണം, അത് വളരെ വളരെ തെറ്റാണ്. അതായത് ഇനിയും സീസൺ 8 വരാണ്ട്, 9 വരാണ്ട്, 10 വരാണ്ട്. അപ്പോൾ ഈ സമ്മർ മീഡിയ ആരുടെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് 20 ലക്ഷം മേടിച്ച് അവന് മാത്രം പണിയെടുക്കുന്നത് അത് തെറ്റാണ്. സമ്മർ അതൊന്ന് ചിന്തിക്കണം. ഓക്കെ, അത് വളരെ വളരെ തെറ്റാണ്. നിങ്ങൾ 1 സീസൺ മുതൽ 5 സീസൺ വരെ നിങ്ങൾ റിയൽ ആയിട്ടാണ് കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് കുടുംബ പ്രേക്ഷകർ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തത്. അതായത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തത് നല്ല വാർത്ത നിങ്ങൾ കൊടുക്കുന്നു എന്നാണ്. ഇത് വളരെ വളരെ തെറ്റാണ് സമ്മറെ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം. ഒന്നൊന്നായിട്ട് ഓരോ വീഡിയോ ക്ലിപ്പ് കാണാം. ഓക്കെ, എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുമ്പോഴും എനിക്ക് അതിനെ പറ്റി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടും. അനു, ഇവിടെ ഇതിന്റെ ഉള്ളിൽ നടന്ന കാര്യമല്ലേ പറഞ്ഞ സാധനത്തില് ഞാൻ നിനക്കറിയാലോ ഒരു കാര്യം, ഞാൻ നീ പറയുന്ന കാര്യമാണോ ശ്രദ്ധിക്കുന്നത് അതോ ദൂരെയുള്ള കാര്യമാണോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്കും അറിയാം, ജിസയിലും അറിയാന്നുള്ള കാര്യമാണ്. നീ മൊണ്ണാന്ന് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഈ ഒരു സാധനം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ നിന്റെ PR എന്താ കാണിച്ചേ? ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ശൈത്യ കട്ടപ്പാന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത്. അത് നിനക്കറിയാവോ? എന്റെ ഉള്ളിൽ എന്തോരം വിഷമം ഉണ്ടെന്ന് അറിയാവോ? എനിക്ക് വേണമെങ്കിൽ നിന്നെ പറ്റി എന്ത് ചെറ്റത്തിന് വേണമെങ്കിലും പറയായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും ഞാൻ മിണ്ടിയിട്ടില്ല. നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് പോലും എത്ര മോശമായിട്ടുള്ള കാര്യമാണെന്ന് അറിയാവോ? ഇവൾ എന്തൊക്കെ വൃത്തികൾ പറയുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ ഇവളുടെ വായിന്ന് പോയി. എന്താ അനുമോളെ, ശൈത്യ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും അനുമോൾ ഉത്തരം പറയുന്നോ? ഇല്ല. കാരണം എന്താണ്? അനുമോൾക്ക് ഉത്തരമില്ല. തെറ്റ് ചെയ്തത് ഇവിടെ അനുമോളാണ്. ഓക്കെ, ഈ സമ്മറിനെ പോലുള്ള മീഡിയക്കാരെന്ത് ചെയ്യുന്നു, ശൈത്യാണ് തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് മുമ്പ് കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ശൈത്യ പുറത്തായത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. തിരിച്ച് ഇഷ്ടം തോന്നുമായിരിക്കും എന്ന് പറയാൻ കാര്യം എന്താ? അല്ല, എനിക്കങ്ങനെ തോന്നിയിരുന്നു, അനുമോളുടെ ഭാഗത്തുനിന്ന് എനിക്കങ്ങനെ തോന്നിയിരുന്നു. അപ്പോൾ അതാണ്, വേറെ ഇതുകളൊന്നുമല്ല. പിന്നെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ഇത്ര നാളായില്ലേ. അപ്പം ഞാനൊരു എന്താ പറയുക, അനുകൂലമായിട്ടുള്ളൊരു സമീപനം ഉണ്ടാവുമെന്ന് ഞാൻ ധരിച്ചു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് യാതൊരു പ്രശ്നവും അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ഒന്നത്തെ കാര്യം, ഞാൻ ചേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ. ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്.
അതുകൊണ്ടാണ് പെട്ടെന്ന് അത് അന്ന് ചേട്ടൻ അത് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അല്ല നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അനുമോളുടെ ഫാൻസ് എന്നെ പഞ്ഞിക്കിടരുത്. ഞാൻ ഒരു കാര്യം പറയുകയാണ്, എല്ലാത്തിനും കാരണം അനുമോളാണ്. അനുമോൾ ഒരു 10-25 വട്ടമാണ് അനീഷിനോട് പറഞ്ഞത് നിങ്ങളെ എനിക്ക് ക്രഷ് ഉണ്ട്, നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം പറയുന്നത് ബ്രദറാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അത് തെറ്റല്ലേ? ഇവിടെ ശൈത്യ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. നമുക്ക് ഇവരുടെ എൻഗേജ്മെന്റ് നടത്താം. അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം മനസ്സിലുണ്ടെങ്കിൽ ഇല്ല അനീഷ് ചേട്ടാ, ഞാൻ അവളുടെ പിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും ഇത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടത്തി കൊടുക്കണം വേണ്ടത്. ഓൾറെഡി ആ ഒരു വിഷയം കഴിഞ്ഞു. കഴിഞ്ഞില്ലല്ലോ, പെട്ടെന്ന് തീരുമാനമാകില്ല. നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഒരാള് ചുമ്മാ അങ്ങനെ വന്നിട്ട് ഒരാൾക്ക് പ്രേമം തോന്നും ഇല്ലല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടായാലല്ലേ തിരിച്ചങ്ങോട്ടൊരു റിയാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ഞാൻ അനീഷേട്ടനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത ഒരാളായിരുന്നു. ആ ഒരു സ്നേഹം വെച്ചിട്ട് പറയുമ്പോ അവള് വെറുതെ ചുമ്മാ നാടകം കളിച്ച് ഒരാളുടെ മനസ്സിങ്ങനെ ആക്കുവാണെങ്കിൽ അത് അറിയണമല്ലോ. അതല്ല വെറുതെ നാടകം കളിക്കുവാണെങ്കിൽ അത് പൊളിച്ചു. ഒരാളെ ഇവിടെ ഷാനവാസ് പറഞ്ഞതും ശരിയുണ്ട്. അതായത് അനുമോൾ ഒരു കാര്യം, അതായത് ഈ പറയുന്ന അനീഷ് പ്രപ്പോസ് ചെയ്യുമ്പോൾ അനുമോൾ ചിരിച്ചിരുന്നു, എൻജോയ് ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു പെണ്ണിന് ഇഷ്ടമില്ലെങ്കിൽ അവൾ എന്താണ് പറഞ്ഞത്? ആ സമയത്ത് തന്നെ അനുമോൾ പറയായിരുന്നു നിങ്ങൾ ഇങ്ങനെയാണോ എന്നെ കണ്ടത്? അങ്ങനെ 2 പൊട്ടിത്തെറിച്ച് അവിടെ നിന്ന് പോകും. അപ്പോൾ അനുമോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിച്ചാണ് അനുമോൾ ഇരുന്നത്. അപ്പോൾ അനുമോൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് പേഴ്സണൽ അറിയില്ല. ഇപ്പം അനുമോൾ ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണോ എന്ന് എനിക്ക് പേഴ്സണൽ അറിയില്ല. പക്ഷേ അനീഷിന് ഇതിൽ വലിച്ചിട്ടത് അനുമോളാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ, അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ ബൈ.